നമസ്കാരം ഗൈസ്. നമുക്ക് ഒരു കമന്റ് വായിക്കാം. ഒരാൾ പുതച്ചു കിടന്നുറങ്ങുമ്പോൾ അവരുടെ പുതപ്പ് അവരുടെ അനുവാദമില്ലാതെ പൊക്കി നോക്കുന്നത് ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ മുണ്ട് പൊക്കി നോക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, അനുമോളുടെ അച്ഛനും അമ്മയും അനുമോളെ വല്ലവരുടെയും മുണ്ട് പൊക്കി നോക്കാനാണോ പഠിപ്പിച്ചത്? കഷ്ടം, വളർത്തുഗുണം. പുതപ്പിനടിയിൽ ഒന്നിച്ചു കിടന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അവർ ആര്യൻ ആൻഡ് ഗിസേലിന് മോശം പ്രവൃത്തി ചെയ്തു എന്ന് എങ്ങനെ അനുമോൾ ഉറപ്പിച്ചു? ആര്യനും ഗിസേലും വീട്ടുകാരുള്ളതല്ലേ? ഇതൊക്കെ നോക്കാൻ അവിടെ ബി ടീമില്ലേ? അങ്ങനെ ആണും പെണ്ണും ഒരുമിച്ച് കിടക്കാൻ പറ്റില്ലായിരുന്നുവെങ്കിൽ ബി ടീം രണ്ടു കൂട്ടർക്ക് പ്രത്യേകം ബെഡ് കൊടുക്കുമായിരുന്നല്ലോ. സത്യമറിയാതെ അനുമോൾ എന്ന അസൂയയും കുശുമ്പും മൂത്ത വിഷം ബീബിൽ നിന്നും തുടരാൻ അർഹതയില്ല. ഓക്കെ, ഇപ്പം ലൈവിൽ നടക്കുന്ന സംഭവങ്ങൾ ചെറുതല്ല. ആര്യൻ ആക്ച്വലി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് എത്ര പേർക്ക് ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പൊങ്കാല ഇട്ടുകൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട. എന്റെ പെർസെപ്ഷനാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം അനുവിന്റെ ഫാൻസ് ഈ പറഞ്ഞ മാതിരി കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, പൂച്ചക്കുട്ടിയുടെ സൗണ്ട് കേൾക്കണ്ടല്ലേ? നമ്മുടെ ജോ ചെറുതായിട്ടൊന്ന് പ്രസവിച്ചു. അപ്പൊ ചായയിലാറ്റാൻ മോക്കാന്ന് പറഞ്ഞിട്ട് 3 പിള്ളേരെ കിട്ടി. അതിൽ ഏതോ എനിക്ക് തോന്നുന്നു മോക്കിയാണെന്ന് തോന്നുന്നു ഇവിടെ എവിടെയോ സ്റ്റക്കാണ്. സ്റ്റക്കല്ല, അത് വഴി അറിയാതെ എവിടെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആക്ച്വലി അനു അവിടെ പറയുന്നത് ഇവര് രണ്ടുപേരും പുതച്ചു കിടക്കുന്നത് കണ്ടു. എനിക്ക് പറയാനുള്ളത്, ഇവര് കുഞ്ഞു ചുച്ചു ബേബീസ് ഒന്നും അല്ല. ഓക്കെ, ഇവര് മോർ ഇന്നസെന്റോ. ആര്യനാണെങ്കിൽ 10-21 വയസ്സായി. ഗിസയിലും ലൈക്ക് എന്താ പറയാ, പ്രായപൂത്തിരി. അതാണല്ലോ ഈ സദാചാരം പറയുന്നവരുടെ സംഭവം. അത് കഴിഞ്ഞതാണ്. 3-4 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള. ഈ കമന്റിലുള്ള പോലെ രണ്ടുപേരും പുതച്ചു കിടക്കുമ്പോൾ, പുതപ്പിൽ കിടക്കുമ്പോൾ പുതപ്പ് മാറ്റണം. ഒരാളുടെ കൺസേൺ ഇല്ലാതെ ദേഹത്ത് തൊടാൻ പുതപ്പ് മാറ്റി നോക്കുന്നൊന്നും ശരിയല്ല. ഇപ്പൊ അവര് ഒരു ആണും പെണ്ണും പുതപ്പിൽ കിടന്നു അല്ലെങ്കിൽ ഒരു ബെഡിൽ കിടന്നു എന്ന് വെച്ചിട്ട് അവിടെ നത്തിങ് ഗോണ ഹാപ്പൻ. ഇനിയിപ്പോ അവിടെ എന്താണ് ആകാശം ഇടിഞ്ഞ് വീഴാൻ പോണേന്ന് എനിക്കറിയത്തില്ല. അപ്പൊ പൂച്ച ഒരു മിനിറ്റ്, ഇദ്ദേഹമാണ് അവിടെ പെട്ടിയുടെ ഇടയിൽ കിടന്ന് കരഞ്ഞോണ്ടിരുന്നത്. മോക്ക ഹായ് പറ, ഹായ് ഹായ്. അപ്പൊ 3 പേരുണ്ട്, ഒരാൾ മാത്രം ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ അതാണ് വിഷയം. ഞാൻ ബി റിവ്യൂ പറയട്ടെ. ഒരു മിനിറ്റ്, ഞാൻ അപ്പുറത്തേക്ക് ആക്കട്ടെ കേട്ടോ. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില്, ഞാൻ കണ്ടിട്ടില്ല ഇവര് രണ്ടുപേരും ഉമ്മ വയ്ക്കുന്നത്. അവിടെ ഉള്ളവരും കണ്ടിട്ടില്ല ഇൻ ദ സെൻസ് ലൈക്ക് മസ്താനെയൊക്കെ ചോദിക്കുന്നുണ്ട് അതിനെന്താ പ്രശ്നം എന്നുള്ളത്. ഒന്ന്, അവിടെ ഇതെല്ലാം നോക്കാനായിട്ട് ബീബി ഉണ്ട്. ബീബിക്ക് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഇത് കണ്ടന്റ് ആണ്. ഇപ്പൊ ഹിന്ദി ബിഗ് ബോസിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുക്കും മേലെയാണ്. അവർക്കെല്ലാം കണ്ടന്റ് തന്നെയാണ്. ആൻഡ് എനിക്ക് പറയാനുള്ളത്, അവരും കാണുന്നത് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. സോ വാട്ട്, അവരൊന്ന് ഉമ്മ വെച്ചു, അതിനിപ്പോ എന്താ, അവർ മെച്ചോർഡല്ലേ, ആ ഒരു രീതിയിലാണ്. അപ്പം ഇനിയിപ്പോ അവരത് ഇവിടെ സംസാരിക്കുന്നുണ്ട്, ആരും സംസാരിക്കുന്നുണ്ട്, ഗിസേലും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്ന് ഈ ബെഡിൽ പുതച്ചു കിടന്ന 2 വ്യക്തികൾ തമ്മിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതവിടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഡൺ, അവിടെ നടന്നിട്ടില്ല. പക്ഷെ അനുമോള് പറയുന്നത് അത് നടന്നിട്ടുണ്ട് എന്നാണ്. കഴിഞ്ഞ ദിവസം ഇവർ രണ്ടുപേരും കിടക്കുമ്പോൾ ഒരുമിച്ചാണ് കിടന്നത്. ഞാൻ അന്നത്തെ ഒരു ദിവസമാണ് പെട്ടെന്ന് ഇവർ ഒരുമിച്ച് കിടക്കുന്ന കണ്ടത്. അതായത് നമ്മുടെ അനുമോള് പോയിട്ട് എന്റെ സാധനങ്ങൾ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് അന്നാണ് ഞാൻ കണ്ടത്. അല്ലാതെ ഞാൻ അങ്ങനെ അധികം ഒന്നും ഇവരെ ഒരുമിച്ച് കിടക്കുന്ന കണ്ടിട്ടില്ല. അത് മാത്രമല്ല, ഇവര് തമ്മിൽ ഒരു ലവ് ട്രാക്ക് അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ ഇന്റിമസി അല്ലെങ്കിൽ അങ്ങനെ ഒരുമിച്ച് ഒരു റോങ് ടച്ചോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു കുറുകൾ ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഗിസേൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ഓപ്പൺ അപ്പ് ആയിട്ടുള്ള ലേഡിയാണ്. ആര്യനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആര്യനെ ഇഷ്ടമല്ല, പക്ഷെ ആര്യന്റെ ഗെയിം ഈസ് ഗുഡ്. അല്ലാതെ ആര്യനെ എനിക്ക് ക്യാരക്ടർ വൈസ് എനിക്ക് ഇഷ്ടമല്ല. ഇതില് അനുവിന്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷെ ആര്യനെ പറഞ്ഞ മാതിരി ബിച്ച് അമ്മയ്ക്ക് വിളിക്കുക, അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അതൊന്നും ചെയ്യാൻ പാലാത്താണ്, തെറ്റാണ്. അനു പറഞ്ഞാൽ ഈ കേസിൽ ഇപ്പം പെട്ടെന്ന് അങ്ങനെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ നോക്കുക, അതൊന്നും എനിക്കത്ര ഡൈജസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അവരത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഇൻ കേസ് അത് അവര് ചെയ്താൽ തന്നെ അത് അവരുടെ ഇഷ്ടമാണ്. അതിന് അവിടെ ആക്ഷൻ എടുക്കുകയോ ചോദിക്കുകയോ കാര്യങ്ങളോ ചെയ്യേണ്ടത് ബിഗ് ബോസ് ആണ്. ഇപ്പൊ 2 മെച്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാർ ഇരിക്കുമ്പോൾ ബീബിയിൽ ഒരൊറ്റ റൂമിലാണ് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കിടക്കുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഫുൾ ഇതാണ്. അല്ലാതെ അതിനകത്ത് പോയിട്ട് എല്ലാവർക്കും പുറത്ത് ലൈഫ് ഉള്ളതാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, അനുമോളാണ് സ്റ്റിക്ക് ഓൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് ഇവര് തമ്മിൽ ഇങ്ങനെ ഉമ്മ വച്ചിട്ടുണ്ട് എന്നുള്ളത്. അത്
തെളിയിക്കാൻ അനുവിന് പറ്റിയില്ലെങ്കിൽ അത് ലാലേട്ടൻ വന്നിട്ട് ശരി ഇതിങ്ങനെ ഉമ്മ വച്ചിട്ടുണ്ട്, എനിക്കറിയത്തില്ല ലാലേട്ടൻ ഇതേപോലത്തെ ക്രിഞ്ച് കേസൊക്കെ എടുക്കുമെന്നുള്ളത്. പക്ഷെ ഇത് ഇങ്ങനെ ഒരു സംഭവം നടക്കാതെ അനുമോള് നുണ പറയണമെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ ഈ സാധനം ടേക്കപ്പ് ചെയ്യും. അത് പ്രൂവ് ചെയ്യാനായിട്ട് അനുവിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം കുറച്ച് അവിടെ റോങ് ടോക്സ് ഒക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ അവർക്ക് തെളിയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വയൽക്കാരിൽ വന്നവർക്ക് പോലും സീനാവുന്ന സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ ബി പോയിക്കൊണ്ടിരിക്കുന്നത്. തെറിക്കാൻ ചാൻസസ് ഉള്ള ഒരുപാട് സംഭവങ്ങൾ, അതിൻ്റെ ഉള്ള കണ്ടസ്റ്റൻസിന് നല്ല രീതിയിൽ എഫർട്ട് ചെയ്യാനുള്ള ചാൻസസ് ഒരുപാടുണ്ട്. അതേപോലെ ആരനും ഗിസയിലും ഇങ്ങനെ ഉമ്മ വെച്ചിട്ടില്ല എന്ന് പറയുന്നു, ഉമ്മ വച്ചു എന്ന് അനു പറയുന്നു. ഇൻ കേസ് ഇത് ഉമ്മ വച്ചിട്ടില്ല, അനു കയ്യിൽ നിന്നെടുത്ത് പറയണതാണ്, അനുവിന് അത് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗിസയിലും ആരനും എങ്ങനെ വേണമെങ്കിലും അനു പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ബി ഹാവ് ടു ഡു ദാറ്റ്. ബിക്കോസ് ഈ സംഭവങ്ങളൊക്കെ അവരുടെ ഫാമിലി പുറത്തിരുന്ന് കാണുന്നതാണ്. ഗിസയിലിനും പോകുന്നുണ്ട്, ആരനും പോകുന്നുണ്ട്. 10-21 വയസ്സുള്ള പയ്യനല്ലേ, ഇത് ഫാമിലി എല്ലാവരും പുറത്ത് കാണുന്നുണ്ടെന്നുള്ളൊരു വിചാരം ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ട്. അപ്പം കുറച്ച് കൈവിട്ട കളി അല്ലെങ്കിൽ കൈ പൊള്ളിയ കളിയാണ് ഇപ്പൊ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല ലൈവിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ലൈവിൽ ആരെങ്കിലും അങ്ങനത്തെ സംഭവം നടന്നത് കണ്ടു എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ആൻഡ് മോർ ഓവർ എനിക്ക് പറയാനുള്ളത് ദേ ആർ മോർ മെച്ചുവേർഡ്. ആൻഡ് അവർക്ക് ഇതിപ്പോ എനിക്ക് തോന്നുന്നു ആര്യന്റെയും ഗിസലിന്റെ ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡും ബോഡി ലാംഗ്വേജും ക്യാരക്ടറും കണ്ടിട്ട് ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ വെച്ചു എന്താന്ന് ചോദിക്കാനുള്ള ഒരു ഗറ്റ്സ് അവർക്ക് രണ്ടുപേർക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇതവര് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഇല്ല എന്നുള്ളത്. പക്ഷെ ചില സദാചാരമായ ആളുകൾ പുതപ്പ് തലയെ കൂടി ഇട്ട് കിടക്കുമ്പോൾ ഒരാണും പെണ്ണും തമ്മിൽ ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവരെന്തെങ്കിലും ഒരുമിച്ചിരിക്കുന്ന, ഒരുമിച്ച് നടക്കുന്ന, ഒരുമിച്ച് കിടക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്ന ചില കൂട്ടർ ആളുകളുണ്ട്. കുറച്ച് ഓപ്പൺ അപ്പ് ആയിട്ട് ചിന്തിക്കുന്നവരുണ്ട്. അപ്പം ആര്യനും ഇവരും ഇതിങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അനുവിന്റെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ള ഒരു പ്രസ്താവന അത് അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ അനുപ്പെടും. അഥവാ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അവര് അത് ബിഗ് ബോസ് എന്താണ് ചോദിക്കാൻ പോകുന്നത്, നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് ഉമ്മ വയ്ക്കാൻ പാടില്ല, തൊടാൻ പാടില്ല എന്ന് എഗ്രിമെന്റിൽ എഴുതിയിട്ടില്ല എന്നൊക്കെ ചോദിക്കുമോ? നത്തിങ്.